എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ ഈ വീഡിയോ ഇന്നലെ എടുത്തതാണ്. ഞായറാഴ്ചത്തെ വീഡിയോ ആണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ചിക്കൻ കറിയും പാലാടയുമായിരുന്നു. നിങ്ങൾ എന്തൊക്കെയായിരുന്നു കഴിച്ചത്? അപ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് സവാളയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാലപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളിയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുത്തതിന് ശേഷമാണ് ചിക്കൻ ക്ലീനാക്കിയതും ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ ചിക്കനിലേക്ക് എരിയും ഉപ്പും എല്ലാം പിടിച്ച് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ടിരിക്കും. അതിനുശേഷം താളിച്ച് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് മണവുമൊക്കെയാണ്. അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പാലാടയ്ക്കുള്ള മാവെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം വെള്ളവും ഉപ്പും ചേർത്തതിന് ശേഷമാണ് മാവ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് മാവ് റെഡിയാക്കി എടുക്കാം. ഈ വെള്ളം ആദ്യം ഒഴിക്കുന്നത് ജാറിൽ ബ്ലേഡ് ഉണ്ടല്ലോ അതിൽ, അല്ലെങ്കിൽ മാവ് കട്ട പിടിച്ചിരിക്കും. ഇതൊഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ അടിച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പാകത്തിന് ഒന്നുകൂടി ചേർത്ത് മാവ് കണക്കിന് ലൂസാക്കി ഇതേപോലെ പാലാട റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അടുത്ത അടുപ്പിൽ ഞാൻ ചിക്കനും കൂടി താളിച്ച് വെച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചങ്ങായി കിട്ടും. അപ്പോൾ എൻ്റെ ജോലി പെട്ടെന്ന് കഴിയും. ഇനി വേണം എൻ്റെ പെൻഡിങ് കിടക്കുന്ന ജോലികളൊക്കെ പോയി ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പാലാടയിൽ ചൂടോടുകൂടി പശു നെയ്യും തേച്ച് തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ച് കഴിച്ചിട്ടുണ്ട് ആരെങ്കിലും? അങ്ങനെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ മധുരം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും കറി രാവിലത്തെ കാപ്പിക്ക് ഉണ്ടാക്കും. അപ്പോൾ ഇനി ഞാൻ പോയി കഴിച്ചിട്ട് ഒത്തിരി നേരം ഒന്ന് ന്യൂസും കാണണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത പണികളൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.